പരീക്ഷയ്ക്ക് ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല. ബൈബിൾ വായിച്ച് പരീക്ഷ എഴുതിയപ്പോൾ ദൈവം ജീവിതത്തിൽ പ്രവർത്തിച്ച അത്ഭുതം. അയ്യോ പറയണ്ടേ? എന്തിന് ദൈവങ്ങളെ ഇങ്ങനെ കച്ചവടത്തിന് വേണ്ടി വെച്ചിരിക്കുന്നു? പിന്നെ ഞങ്ങള് പണ്ടേ സ്ഥാനികളാ. പിന്നെ കഴിഞ്ഞ ദിവസം വേറൊരു ഉസ്താദ് പറയുന്നത് കേട്ടു, പല്ലുവേദന മാറാൻ ഖുറാനിലെ ഏതോ ഒരു അധ്യായം ഓതിയാൽ മതിയെന്ന്. പല്ലുവേദനയ്ക്ക് ആശുപത്രി പോകണ്ടെന്ന്. ഒന്നും പഠിക്കാതിരുന്നിട്ട് നിങ്ങൾ ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട് പോയാൽ നിങ്ങൾ പരീക്ഷയിൽ ജയിക്കില്ല. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. ഓരോരുത്തർ ഇങ്ങനെ സാക്ഷ്യം പറയുന്നത് എത്ര വലിയ കള്ളമാണ് ഇങ്ങനെ സാക്ഷ്യമായിട്ട് വന്ന് പറയുന്നത്. അതൊരു കലയാണ്. ഓരോരുത്തരുടെ ശരീരത്തൊക്കെ ദൈവം കയറിയെന്നും പറഞ്ഞ് കിടന്ന് കാണിക്കുന്ന ഒരു ഫാമിലി ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു. ഒരു ഫാമിലിയിലെ എല്ലാവരുടെയും ദേഹത്ത് പല ദൈവങ്ങൾ കയറിയിട്ട് അവർ ഫാമിലി ആയിട്ട് അനുഗ്രഹിക്കാൻ ഇറങ്ങിയിരിക്കുക. അനുഗ്രഹിക്കുന്ന സമയത്ത് പൈസ കൊടുത്തില്ലെങ്കിൽ അവരെയൊക്കെ അങ്ങ് ശപിച്ചു കളയും. ലോകപ്രസിദ്ധനാ തനി രാവണൻ. പാസ്റ്റർമാരെ പറഞ്ഞപ്പോൾ കുറെ ആളുകൾക്ക് അത് വല്ലാത്ത രീതിയിൽ വേദനിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ യഥാർത്ഥത്തിൽ ദൈവത്തിന് വേണ്ടി പ്രസംഗിച്ച് നടക്കുന്ന സുവിശേഷ പ്രാസംഗികരെ അല്ല ഞാൻ പറഞ്ഞത്. കള്ളന്മാരുണ്ട്. ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടി മാത്രം കള്ളത്തരം കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ നമ്മുടെ കൺമുന്നിൽ തെളിഞ്ഞിട്ടുള്ളതല്ലേ പലതും.